ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. നമ്മൾ ഇന്നൊരു പോർക്ക് കറി വെക്കാൻ പോവാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. നമുക്ക് എന്തായാലും വലിച്ചു നീട്ടാതെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. പോർക്ക് കറി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചിട്ടിരിക്കുന്ന പന്നിക്കുട്ടനെ നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞുറുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇറച്ചി ഞുറുക്കാൻ എന്തായാലും നന്നായിട്ട് പഠിക്കും എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കേട്ടോ. അങ്ങനെ ദേ നല്ല ചെറിയ പീസാക്കി ഞുറുക്കി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവോള നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ എടുക്കുന്ന ഇറച്ചിക്കനുസരിച്ച് എല്ലാ അളവുകളിലും വ്യത്യാസം വരും. നമുക്ക് വേണ്ട പാകത്തിനനുസരിച്ച് എരിവും ഉപ്പും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് അങ്ങനെ ഇത്ര സ്പൂണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ കുക്കർ അടുപ്പേ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോള വഴറ്റാൻ വെക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നമ്മൾ പന്നിയിറച്ചി വെക്കുമ്പോൾ അങ്ങനെ എണ്ണ ചേർക്കാറില്ല, പക്ഷേ ഇവിടെ ഒട്ടും ഫാറ്റ് ഇല്ലാത്ത പന്നിയിറച്ചി ആയതുകൊണ്ടാണ് കേട്ടോ എണ്ണ ചേർക്കുന്നത്. അപ്പോൾ സവോള വഴറ്റാൻ വെച്ചു. അപ്പോൾ ഈ ഒരു സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടുത്തെ ഈ ഒരു പന്നിയിറച്ചിയിൽ നല്ല ഉപ്പാണ്. നമ്മളൊരു ശകലം പോലും ഉപ്പ് ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് പിന്നെ അത് കഴിക്കാൻ മേലാത്ത അവസ്ഥയിലേക്കായി പോകും. ഞങ്ങൾക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു നോളജ് നേരത്തെ കിട്ടിയത് കൊണ്ട് നമ്മൾ എന്തായാലും അതിനകത്ത് ഉപ്പ് ചേർത്തില്ല. പിന്നെ സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഉപ്പ് അവോയ്ഡ് ചെയ്തു. എന്തായാലും നമ്മുടെ സവോള പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോഴത്തെ ക്വാണ്ടിറ്റിയും ഇപ്പോഴത്തെ ആ ഒരു വഴന്ന് കഴിഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റിയും കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് എരിവ് അധികം വേണ്ട, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. എരിവുള്ള മുളക് പൊടിയും അല്ലാത്ത മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ, കാരണം നേരത്തെ ഞാൻ സവോള വഴറ്റാൻ വേണ്ടി കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഈ ഒരു മസാല മൂക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പന്നിയിറച്ചിയൊക്കെ അല്ലാതെ ചട്ടിക്കകത്ത് വെക്കുന്നതാണ് ടേസ്റ്റും കുറച്ചും കൂടെ നല്ലതും. പക്ഷേ നമുക്കിവിടെ ചട്ടി പാത്രങ്ങൾ കുറവാണ്, അതുപോലെ തന്നെ നമ്മുടെ സമയം എല്ലാം കൂടെ കണക്കിലെടുത്താണ് നമ്മൾ എന്തായാലും ഈ ഒരു കുക്കറിനകത്ത് വെക്കുന്നത്. അപ്പോൾ മസാലയൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഞാൻ ആദ്യം എടുത്ത സ്പൂൺ എനിക്ക് ഓക്കെ അല്ലായിരുന്നു കേട്ടോ അത് ഇളക്കാൻ. അതുകൊണ്ട് ഞാൻ പോയിട്ട് വേറെ കുറച്ചും കൂടെ കട്ടിയുള്ള സ്പൂൺ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പേസ്റ്റ് ആക്കണം എന്നൊന്നുമില്ല, അല്ലാതെ അരിഞ്ഞിട്ടാലും മതി. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് എളുപ്പത്തിന് ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അതങ്ങ് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണോ ആ പച്ചക്കുത്തലൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ആ ഒരു പോർക്കിൻ്റെ പീസുകൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഇതായിട്ടൊക്കെ ഞാൻ ഇറച്ചി ഞുറുക്കാൻ പഠിച്ചു എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു മസാലയും ആ ഒരു ഇറച്ചിയുടെ പീസുകളും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചട്ടിക്കകത്താണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. കുക്കറിനകത്താകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേട്ടോ. നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഇതിൽ അതുപോലെ ഉപ്പുണ്ട്. അതുപോലെ ഉപ്പുമായിട്ടാണ് ഈ ഒരു പന്നി നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അങ്ങനെ കുക്കർ വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പൊതുവേ പാക്കറ്റ് മസാലകളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല, വീട്ടിൽ പൊടിച്ച മസാലകളാണ് മാക്സിമം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗരം മസാല അതുകൊണ്ടാണ് പോർക്ക് മസാലയൊന്നും മേടിച്ച് ഉപയോഗിക്കാത്തതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒരു ഗരം മസാലപ്പൊടിയും ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ കുക്കർ വിസിലടിച്ചതിന് ശേഷം ചേർത്തത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരാൾ പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് ചെയ്യുന്നതാണ്. കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, എനിക്കിവിടെ ചുവന്നുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവോളയാണ് അരിഞ്ഞെടുത്തത്. അങ്ങനെ നല്ല കുനുകുനാന്ന് അരിഞ്ഞ ആ ഒരു സവോളയും വെളുത്തുള്ളിയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട്, അതായത് നന്നായിട്ട് മൊരിയണം. നന്നായിട്ട് മൊരിച്ചിട്ട് നമ്മൾ ആ ഒരു കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് അത് വേറൊരു ലെവലാകും കേട്ടോ. എന്നോട് ഇത് പറഞ്ഞു തന്നപ്പോൾ എനിക്കും അത് എത്രത്തോളം നന്നാവും എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അതുമല്ല ഞാൻ ഇങ്ങനെ ഒരു ടിപ്പ് ഇതുവരെ ഇതിന് മുന്നേ പരീക്ഷിച്ച് നോക്കിയിട്ടുമില്ല. എന്തായാലും പറഞ്ഞ ആൾ നല്ലൊരു കുക്കായതുകൊണ്ട്, ആളിൻ്റെ എല്ലാ ഡിഷസും അടിപൊളി ആയതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി ഒരു ടിപ്പാണെന്ന് തന്നെ പറയാം. കുക്കിങ്ങിൽ നമ്മൾ ചെറിയ ചെറിയ ടിപ്സൊക്കെ പരീക്ഷിക്കുമ്പോഴാണല്ലോ അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എന്തായാലും എനിക്ക് കിട്ടിയ നല്ലൊരു അറിവായിരുന്നു. അങ്ങനെ ഞാൻ അതും കൂടെ പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കിന് ആ ഒരു പോർക്ക് കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു വെളുത്തുള്ളിയും സവോളയാണ് ഉള്ളിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അത് രണ്ടും കൂടെ അതിനകത്തോട്ട് അങ്ങ് ആ എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ കറിവേപ്പില ചേർക്കണം.
കറിവേപ്പില എനിക്കില്ലായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇച്ചിരി ഇങ്ങനെ കളർ മാറി തുടങ്ങിയ കറിവേപ്പില ഇരുന്നത് ഞാനെടുത്ത് അതിനകത്ത് ചേർത്ത് കേട്ടോ. അത് ഞാൻ കാണിക്കാത്തതാണ്. അങ്ങനെ നമ്മുടെ പോർക്ക് കറി ഇവിടെ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചപ്പാത്തി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോറും കൂട്ടിയാണ് ഈ പോർക്ക് കറി അടിച്ചത്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു പോർക്ക് കറി മാത്രം മതി. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.